എടാ എടാ മറ്റേത് എടുക്കടാ. അത് മൂന്നാമത്തത്. നോക്കിയേ, അതെങ്ങനെയുണ്ട്? ഓ, നേരിട്ട് കാണാൻ കൊള്ളില്ല. എടാ അത് ശരില്ല. അപ്പുറത്തിരിക്കുന്നത് നോക്കിയേ. അത് ഒന്ന് പതുക്കെ സംസാരിക്കും. അണ്ണാക്ക് വലിച്ചു കയറിയാ സംസാരിക്കുന്നു. ഓ, ഇവിടുത്തെ പഠിപ്പിസ്റ്റ് ഇപ്പൊ ജോലി കിട്ടുമെന്നാ വിചാരം. എടാ നിനക്കൊരു പണിയില്ലേ? ഒരു പണിയില്ലാത്ത ഇവിടെ സംസാരിച്ചോണ്ടിരിക്കാം. എന്തോ ചൂട് മോളെ. അഞ്ജു, അച്ഛൻ നാളെ വരുന്ന പറഞ്ഞിട്ട് പോയ കാര്യം നടന്നില്ല മോളെ. ഞാനീ തിരിച്ചു പോയത്. എന്നാ പിന്നെ 4 മണിക്ക് ഇറങ്ങിയാ പോരായിരുന്നു. വെയിലാറിട്ട് മുഖം കണ്ടില്ലേ? കറുത്ത് ഭയങ്കര ചൂടാ വെളിയില്. എന്നാ അച്ഛനിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെല്ലാം എടുക്കാം. ഓ അയ്യ, എന്തൊരു സ്നേഹം. കണ്ടാ തോന്നും അച്ഛനെ ആദ്യമായിട്ട് കാണുവാണ്. എടി അതാടി സ്നേഹം. അല്ലാതെ അച്ഛനെ കാണുമ്പോ മിണ്ടാതെ മുഖം തിരിച്ച് നടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല കേട്ടാ. അയ്യോ കൊള്ളാലോ അച്ഛാ. ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു. എന്തിനാ അച്ഛാ ഇപ്പൊ പൈസ കൊടുത്തതൊക്കെ മേടിക്കേണ്ട വല്ല കാര്യം? അല്ലച്ചാ, അവക്ക് മാത്രമേ ഉള്ളൂ, എനിക്കൊന്നും വാങ്ങിച്ചില്ലേ? എടി, ഇവക്ക് വിഷുവിന് വലിയ ഡ്രസ് ഇല്ലയോ? നീ അങ്ങ് എടുത്തു. അവൾ ഒരു തവണയല്ലേ ഇട്ടിട്ടുള്ളത്. ഓ അറിയാച്ചാ, ഇവൾ ഉപയോഗിച്ച് പഴകിയതല്ലേ എനിക്ക് കിട്ടാറുള്ളൂ. അത് പണ്ടും അതെ, ഇപ്പോഴും അതെ. ഇവളെന്താ ഓടി ഇങ്ങനെ? അച്ഛൻ എന്തിനാ അങ്ങനെ പറയാൻ പോയത്? അവക്കത് വിഷമായി കാണും. എടി, ഞാനത് ഉദ്ദേശിച്ച് പറഞ്ഞൊന്നും അല്ല. നിന്റെ ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് ചീത്തയായി പോവില്ലേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അച്ഛാ, ഇനി ഡ്രസ്സ് മേടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപോലെ മേടിച്ചാൽ മതി. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് വഴക്കിടാൻ എനിക്ക് വയ്യ. എടി നീ ഇതെടുത്തോ, എനിക്ക് വേണ്ട. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് എന്നോട് മിണ്ടാതിരിക്കാനല്ലേ? എനിക്കൊന്നും വേണ്ട നിന്റെ ഔദാര്യം. അച്ഛനെ നിനക്ക് മേടിച്ചല്ലേ, എനിക്ക് വേണ്ട. അങ്കിൾ, അഞ്ചോടെ അവളാത്തുണ്ടോ മോനെ? നിന്റെ അച്ഛനെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലോ, എവിടെ പോയി? തിരക്കാണെന്ന് തോന്നുന്നു, വരും. ഹലോ സാർ, ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിപ്പൊക്കെ പൊളിയായിരുന്നു. ഇതെന്താ ഇത്? ഇത് അഞ്ചിനുള്ളൊരു ഗിഫ്റ്റാ. മോളെ, മോളോട് ചോദിക്കാൻ അച്ഛനൊരു തീരുമാനം എടുത്തു. എന്താ അച്ഛാ? നിന്റെ കല്യാണക്കാരിയേ. നല്ല കാര്യം, പെട്ടെന്ന് കെട്ടിച്ചിടും ഇതിന്. പൊടി ചെറുക്കനെ നിങ്ങൾ രണ്ടുപേർക്കും അറിയാം, നമ്മുടെ രാഹുല. അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? ഇത് ഞാൻ അവൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോഴേ അവര് പറയുക ഞങ്ങൾ അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അച്ഛാ, ഞാൻ അവനെ പറ്റി അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്. ഹലോ. പറയടി. എടാ നീ എവിടാ? ഞാനിവിടെ ഗ്രൗണ്ടിൽ. എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. എന്ത് പറ്റി? എന്താടി? എടാ, എനിക്ക് നിന്നെ ഇഷ്ടാ. അതിപ്പോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ അവസരം കിട്ടിയെന്ന് വരില്ല. നീ എന്തൊക്കെയാടി പറയുന്നേ? നിന്നൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല. എന്നാ ഇപ്പൊ മുതൽ കണ്ടോ? എടി, അതൊന്നും ശരിയാവത്തില്ല. എന്ത് ശരിയാവത്തില്ല? എടി, വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന നമ്മുടെ ഫാമിലി ഈ കാരണം പറഞ്ഞ് അടിച്ചുപിടിക്കാൻ എനിക്ക് പറ്റത്തില്ല. എല്ലാം അവക്ക് തന്നെ. ഡ്രസ്സ് മേടിച്ചാലും ഫുഡ് മേടിച്ചാലും എല്ലാം അവക്ക് തന്നെ. ഞാനല്ലേ അവനെ ആദ്യം സ്നേഹിച്ചത്, അപ്പൊ അവനെ എനിക്കല്ലേ കിട്ടുന്നത്. എന്താടി? എനിക്കൊരു വയറുവേദനയുടെ പീരീഡ്സ് ആയി. നീ പൊക്കോ, ജ്യൂസ് ഞാൻ കൊണ്ടുവരാം. കിടന്നു. അഞ്ജു, എണീക്ക്. കുടിക്ക്.
തലയ്ക്കകത്തൊക്കെ വല്ലാത്ത വേദന. എടി എന്നെ ഒന്ന് പിടിച്ച്, എനിക്ക് വല്ലാതെ വരുന്നു. എടി.